കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 68 മുതലുള്ള വചനഭാഗം. ശിമയോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചു അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ഒരു ഏറ്റുപറച്ചിലിന്റെ ആരംഭത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. കർത്താവിന്റെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഏറ്റുപറച്ചിലിന്റെ പിറവി ഇവിടെ ഉണ്ടാകാൻ ഇടവന്നത്. പത്രോസ് അങ്ങനെ ഏറ്റുപറയാനുള്ളൊരു കാരണം, യേശു കർത്താവിന്റെ കൂടെ സകലതും വിട്ട് ഇറങ്ങി യേശുവിന്റെ ശിഷ്യന്മാരെ പോലെ കടന്നു വന്നവർ സാധാരണക്കാരല്ല. അങ്ങനെ കടന്നു വന്നവരാണ് അവനെ വിട്ടുപോകാൻ ഇടവന്നത്. ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. ഈ ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ യേശു പത്രോസിനോടും കൂട്ടുകാരോടും ചോദിക്കുകയാണ്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? യേശു അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. യേശുവിന്റെ അടുക്കൽ വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഏറ്റുവാങ്ങിയ, വലിയ രോഗശാന്തികളൊക്കെ പ്രാപിച്ചവർ, മഹാ അത്ഭുതങ്ങളൊക്കെ കണ്ടവരാണ്. യേശു കർത്താവ് ഈ പോയവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ വേണ്ടി യേശു പറഞ്ഞില്ല. അവരെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക, എന്തുകൊണ്ട് അവർ വരാത്തതെന്ന് ചോദിക്കുന്നത് പറഞ്ഞില്ല. യേശു കർത്താവ് നിങ്ങളും പോകാൻ താല്പര്യമുണ്ടോ എന്നാ യേശു ചോദിച്ചത്. യേശു അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഇത്ര വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് എൻ്റെ ഉപദേശം കേൾക്കുമ്പോൾ അതിന് താല്പര്യമില്ലാതെ പോകുന്നവരോടാ യേശു പറഞ്ഞത്. എൻ്റെ വചനം കേൾക്കാൻ താല്പര്യമില്ലാത്തവരോടാ യേശു പറഞ്ഞത്. ഇങ്ങനെ താല്പര്യം പത്രോസിനും കൂട്ടുകാർക്കും ഉണ്ടോ എന്ന് യേശു ചോദിച്ചപ്പോ യോഹന്നാൻ 6:68 ഇങ്ങനെ പറയുകയാണ്, നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് നമ്മൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതിനാണ് പത്രോസ് അവിടെ ഏറ്റുപറയുവാൻ ഇടവന്നത്. ഇത് ജീവിതത്തിൽ വലിയൊരു ഏറ്റുപറച്ചിലാണ് പത്രോസിന്റെ ജീവിതത്തിൽ. ഇത് സ്വർഗീയ പിതാവ് വെളിപ്പെടുത്താതെ ആർക്കും ഇത് ഏറ്റുപറയാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഒരു സാധാരണ ഒരു മനുഷ്യന് പറയാൻ ധൈര്യം വരാത്ത കാര്യമായിരുന്നു യേശു കർത്താവ് അവിടെ അവരോട് പറഞ്ഞത്. നിങ്ങൾക്കും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോക്കോ. എൻ്റെ ഉപദേശം, യേശു പറഞ്ഞ വചനം, എന്നെ തിന്നുന്നവൻ എക്കാലവും ജീവിക്കും. അവർ വിചാരിച്ചു യേശുവിൻ്റെ പച്ച മാംസം തിന്നണമെന്നല്ല, യേശുവിനെ കൂടാതെ ജീവിക്കാൻ ആകില്ല എന്ന യേശു പഠിപ്പിച്ചത്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഈ തിരുവെഴുത്ത് അവർക്ക് കേൾക്കുവാൻ മനസ്സില്ലാതെ അവർ വിട്ടുപോകാൻ ഇടവന്നു. ഇന്നും യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ, ഉപദേശം കേൾക്കുമ്പോൾ, ഞങ്ങൾക്കിത് കേൾക്കണ്ട, ഞങ്ങളോടിത് പറയണ്ട, ഞങ്ങൾക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ വിട്ടുപോകുന്നവരെ യേശു വീണ്ടും അവരുടെ പുറകെ പോകാറില്ല.
അത്ഭുതങ്ങൾ കിട്ടി, അടയാളങ്ങൾ കിട്ടി എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പത്രോസിന്റെ ജീവിതത്തിൽ വലിയ മീൻകൂട്ടത്തെ കിട്ടിയിട്ട് പത്രോസിന്റെ അമ്മായിമ്മയുടെ ആ പനി മാറ്റി കഴിഞ്ഞപ്പോ പത്രോസ് അതൊന്നുമല്ല ഇവിടെ വിളിച്ചു പറഞ്ഞത്. നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ടെന്നാ വിളിച്ചു പറഞ്ഞത്. നമുക്കും വിളിച്ചു പറയാൻ ഒന്നുണ്ട്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും നടത്തി നമ്മളെ നയിക്കുന്ന കർത്താവ് ഈ അത്ഭുതങ്ങൾ മാത്രം നമ്മൾ കണ്ടല്ല, ഈ അത്ഭുതത്തിലൂടെ നിത്യജീവന്റെ വചനം യേശുക്രിസ്തുവിന്റെ പക്കലുണ്ട്, അതെനിക്കും വേണം. ഈ വചനം നമ്മൾ പഠിച്ചും ഈ വചനത്തെ നമ്മൾ അനുസരിച്ചും ഈ വചനത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് നിശ്ചിതയിലേക്ക് കടന്നു പോകാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രഭാതത്തിൽ ദൈവം തന്ന വചനമായത് ഹൃദയത്തെ നമുക്കൊന്നൊരുക്കാം. പത്രോസ് വിളിച്ചു പറഞ്ഞതുപോലെ നിത്യജീവന്റെ വചനം എന്റെ കർത്താവേ നിന്റെ പക്കലുണ്ട്, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെയും പോകില്ല, നിന്റെ കൂടെ ഞങ്ങൾ കടന്നു വരാൻ തയ്യാറാണ്. നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കും. കാരണം നിത്യജീവനെ പ്രാപിച്ച് കടന്നു പോകത്തക്ക വിധമുള്ള ശക്തി ഞങ്ങൾ ഓരോരുത്തരുമേലും പകരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.